നമസ്കാരം, ആതിരാമിസ് ആണ് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ എന്തൊക്കെയുണ്ട് എവിടെ വരെയായി നിങ്ങൾ പഠിത്തമൊക്കെ പഠിക്കാറുണ്ടോ? അപ്പോൾ മിസ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് ഇപ്പോൾ എക്സാമൊക്കെ അടുപ്പിച്ച് നടക്കല്ലേ, അപ്പോൾ ഒരുപാട് ലൈവുകളും കാര്യങ്ങളൊക്കെ ഡെയിലി നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യേണ്ടത്? ലൈവിൽ ജോയിൻ ചെയ്യുക, അതേപോലെ തന്നെ നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ LSS എക്സാം അടുക്കാറായി. അപ്പോൾ നിങ്ങളുടെ പഠിത്തം ഒന്നുകൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലൈവുകളും ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് തരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മാക്സിമം യൂസ് ചെയ്യുക. ഓക്കെ, സെറ്റാണല്ലോ. അപ്പോൾ മിസ് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഗാഥാപ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗാഥാപ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് മക്കളെ? ആരാണ്? ചെറുശ്ശേരി. ആരാണ്? ചെറുശ്ശേരിയാണ് ഗാഥാപ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. ആരുടെ വരികൾ മക്കളെ? എന്താ പറയുന്നത്? സ്നേഹിക്കുകയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. നിന്നെ ആര് ദ്രോഹിച്ചാലും നീ തിരിച്ച് സ്നേഹിക്കുക തന്നെ ചെയ്യൂ എന്നാണ് പറയുന്നത്. ഇത് ആരുടെ വരികളാണെന്നാണ് ചോദിക്കുന്നത്. ആരുടേതാണ്? നമ്മുടെ കുമാരനാശാന്റേതാണ്. ആരുടെ? കുമാരനാശാന്റേതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മഴവെള്ളത്തിൽ എന്ന കവിത ആരുടേതാണ്? മഴവെള്ളത്തിൽ എന്ന കവിത ആരുടേതാണെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ആരുടേതാണ്? ബാലാമണിയമ്മ. ബാലാമണിയമ്മയുടേതാണ്. ഏത് മഴവെള്ളത്തിൽ എന്ന കവിത. അടുത്ത ചോദ്യം ഇവിടെ. വൃദ്ധി എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? വൃദ്ധി എന്ന പദത്തിന്റെ അർത്ഥം, അതിനൊരു അർത്ഥമുണ്ട്. എന്താണ് അർത്ഥം? എന്താണ്? വളർച്ച. നമ്മളുടെയൊക്കെ വൃദ്ധി, നമ്മളുടെയൊക്കെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു അല്ലേ? നമ്മുടെയൊക്കെ വൃദ്ധി വളരെ പെട്ടെന്നായിരുന്നു. അടുത്തത്, ജി ശങ്കരക്കുറുപ്പ് പരിഭാഷപ്പെടുത്തിയ കാളിദാസ കൃതി ഏതാണ്? ജി ശങ്കരക്കുറുപ്പ് പരിഭാഷപ്പെടുത്തിയ കാളിദാസ കൃതി ഏതാണെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഏതാണ് മക്കളെ? മേഘ സന്ദേശം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വളമേറിയാൽ കൂമ്പടയ്ക്കും ഈ ചൊല്ലിന്റെ ആശയം എന്ത്? വളമേറിയാൽ കൂമ്പടയ്ക്കും ഈ ചൊല്ലിന്റെ ആശയം എന്താണ്? യെസ്, അമിതമായാൽ എന്തും ദോഷമായി വരും. അമിതമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞ മാതിരി അല്ലേ? അടുത്ത ചോദ്യം. നാഗരികത കടന്നു ചെന്നിട്ടില്ലാത്ത എന്ന അർത്ഥമുള്ളത് എന്താണ്? നാഗരികത കടന്നു ചെന്നിട്ടില്ലാത്ത എന്ന അർത്ഥമുള്ളത് ഓണം കേറാമൂല എന്നാണ് ഉത്തരം കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ബാലമുരളി എന്ന തൂലികാനാമത്തിൽ ആദ്യകാലത്ത് രചനകൾ നടത്തിയിരുന്നത് ആരാണ്? ബാലമുരളി ആരായിരിക്കും? യെസ്, നമ്മുടെ സ്വന്തം ONV കുറുപ്പാണ് അല്ലേ? ONV കുറുപ്പാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 1000 ശരിയായ രീതിയിൽ പിരിച്ചെഴുതിയാൽ എങ്ങനെ ആയിരിക്കും? 1000 അത് പിരിച്ചെഴുതാനാ പറഞ്ഞിട്ടുള്ളത് അല്ലേ? മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിരിച്ചെഴുത്തും ചേർത്തെഴുത്തും എല്ലാതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ആൻസർ പറയുന്നുണ്ട് മിസ്സിന് നന്നായിട്ട് അറിയാം. എന്നാലും നിങ്ങൾ ആൻസേഴ്സ് എന്താ ചെയ്യേണ്ടത്? കമൻറ്റ് ബോക്സിലൊക്കെ രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. യെസ്, 1000 + 1000 ആണ് 1000. ഓക്കെ, യെസ്. ഇന്ന് നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിലൂടെ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസാണ് പഠിച്ചത് അല്ലേ? നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ അതിങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ LSS നിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് ആരും ടെൻഷൻ ആവേണ്ട, നല്ല കൂളായിട്ടുള്ള ഹാപ്പി ആയിട്ട് എൻ്റെ മക്കൾ പോവുക, എക്സാമിന് പോവുക, നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ പോകണം കേട്ടോ. അതേപോലെ തന്നെ ആ കോൺഫിഡൻസോട് കൂടിയിട്ടും ഹാപ്പിയോട് കൂടിയിട്ടും വേണം നിങ്ങൾ എക്സാം ഹോളിൽ തിരിച്ചു വരാനും. അപ്പോൾ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാമും കാര്യങ്ങളൊക്കെ എഴുതുക. അപ്പം അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.